ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ കേപ്പ് വെർദെക്കെതിരെയുള്ള മത്സരത്തിൽ ഒരൽപ്പം ബുദ്ധിമുട്ടിക്കൊണ്ടാണ് അർജന്റീന വിജയിച്ചത്. അതേ തുടർന്ന് വലിയ വിമർശനങ്ങൾ അർജന്റീന ടീമിന് ലഭിക്കുകയും ചെയ്തു. അതായത് അർജന്റീന ഇപ്പോൾ മെസ്സിയെ ആശ്രയിച്ചുകൊണ്ട് മാത്രം ഓടുന്ന ഒരു ടീമാണ്. അതിൽ നിന്നും മാറ്റം വരേണ്ടതുണ്ട്. മെസ്സിയെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കണം. ബാക്കിയുള്ള പല താരങ്ങളും ഇപ്പോൾ തിളങ്ങുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. അതിനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇതുവരെ അർജന്റീന വിജയിച്ചതെല്ലാം മെസ്സിയുടെ ചിറകിലേറിക്കൊണ്ടാണ്. കളിച്ച എല്ലാ മത്സരങ്ങളിലും മെസ്സി ഗോൾ അടിച്ചിട്ടുണ്ട്. 7 ഗോളുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ വിമർശനങ്ങളോട് ഇപ്പോൾ അലക്സിസ് മാക്കാലിസ്റ്റർ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് മെസ്സി ടീമിനകത്തുണ്ടെങ്കിൽ മെസ്സിയെ ആശ്രയിക്കുന്നത് അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്, നാച്ചുറലായ ഒരു കാര്യമാണ്. അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക എന്നാണ് അലക്സിസ് മാക്കാലിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അർജന്റീന മെസ്സിയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന വിമർശനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ സത്യം എന്തെന്നാൽ മെസ്സി ടീമിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ആശ്രയിക്കുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അത് നാച്ചുറലാണ്. എപ്പോഴും നിങ്ങളുടെ കളി എത്തിച്ചേരുന്നതും അവസാനിക്കുന്നതും മെസ്സിയിലായിരിക്കും. മെസ്സി ഇവിടെ കംഫർട്ടബിൾ ആയിരിക്കണം. അതിന് ഞങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് നൽകും. നിലവിൽ മെസ്സി നല്ല ഷേപ്പിലാണ് ഉള്ളത്. അത് ഞങ്ങളെ ഹാപ്പിയാക്കുന്നു. ഇതാണ് അലക്സിസ് മാക്കാലിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. മെസ്സി ടീമിനകത്തുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആശ്രയിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കളിക്കുക എന്നുള്ളത് വളരെ നാച്ചുറലായ ഒരു കാര്യമാണ് എന്നാണ് അലക്സിസ് മാക്കാലിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അർജന്റീനയുടെ സ്ട്രൈക്കർമാർ ഇപ്പോൾ ഗോളടിക്കുന്നില്ല എന്നുള്ളത് അർജന്റീനയ്ക്ക് ആശങ്ക നൽകുന്ന കാര്യമാണ്. ലൗറ്ററോ, ഹൂലിയൻ ആൽവരസ് എന്നിവർ ഗോളടിക്കുന്നില്ല. ഇനിയിപ്പോൾ ഈജിപ്തിനെതിരെയുള്ള മത്സരത്തിൽ അർജന്റീന ആ ഒരു പഴയ മികവിലേക്ക് തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.